ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന വൺ ഫണം ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വൺ ഫണം എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു വൺ ഫണം എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് എൻ്റെ ഒരു ചാനൽ വഴി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോസ് കാണുക, ആ ഒരു നാണയത്തിൻ്റെ വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഏകദേശം ഒരു 8ഓളം നാണയങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു വൺ ഫണം എന്നറിയപ്പെടുന്ന നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന വൺ ഫണം, ഇംഗ്ലീഷ് ഫണം എന്നറിയപ്പെടുന്ന വൺ ഫണം നാണയം. അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വാല്യൂ തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു നാണയം 1116 ആണ്ട് മുതൽ 1121 ആണ്ട് വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് വൺ ഫണം എന്നാണ്. വൺ ഫണം എന്ന് പറയുമ്പോൾ 1 രൂപയെ ഏകദേശം 7ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യയാണ് അന്നവർ വൺ ഫണമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന സിൽവർ മെറ്റൽ ഉപയോഗിച്ചാണ്, വെള്ളി ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന 1.51 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന 15.72 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ആയിട്ടുള്ള ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ്, മില്ലഡ് ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്. അപ്പോൾ മില്ലഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പാണ്, ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ നാണയമാണ്. ചെറിയ ഡാമേജ് ഒക്കെ ഈ ഒരു നാണയത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് 2 നല്ലൊരു കണ്ടീഷൻ നാണയങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു നാണയങ്ങൾ. 1118 16 അങ്ങനെ 2 ഡിഫറൻറ്റ് ഇയറിൽ വരുന്ന 2 ഡിഫറൻറ്റ് നാണയങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ്. ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ടിന് തിരുവിതാംകൂറിൻ്റെ ചിഹ്നമായിട്ടുള്ള ശംഖുമുദ്രയും ഡീറ്റെയിൽസ് ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ടിന് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വൺ ഫണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരങ്ങളിലാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വൺ ഫണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് താഴെയിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു നാണയം 1116 ആണ്ട് മുതൽ 1121 ആണ്ട് വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന ഈ ഒരു നാണയം 1118 ആ ഒരു വർഷത്തിലെ നാണയമാണ്. മലയാള വർഷമാണ് 1118 എന്നുള്ളത്. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക. അപ്പോൾ 1118 എന്നുള്ള ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന സെൻറ്റർ ഡോട്ടായിട്ടുള്ള ഒരു ഡിസൈനകത്തായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകൾഭാഗത്തായിട്ട് ബാലരാമവർമ്മ എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ആ ഒരു മഹാരാജാവ്, അതായത് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോർട്ട് ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ബാലരാമവർമ്മ എന്നുള്ളത്. ഏറ്റവും താഴെയിട്ട് ട്രാവൻകൂർ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ മറ്റു വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു നാണയത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഒരു 700 രൂപ മുതൽ ഏകദേശം ഒരു 1500 രൂപ, 2000, 2500 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു നാണയങ്ങൾക്ക്, തിരുവിതാംകൂർ നാണയങ്ങൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഈ ഒരു കണ്ടീഷൻ നാണയത്തിന്, അതായത് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു കണ്ടീഷൻ നാണയത്തിന്, വൺ ഫണം എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിന് 900 രൂപ മുതൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന്, അതായത് നല്ലൊരു വെരിഫൈൻ കണ്ടീഷൻ നാണയത്തിന് ഏകദേശം 1000 രൂപ, 1500 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. ഇനി നമ്മുടെ കൈവശം ഇരിക്കുന്ന നാണയം നല്ലൊരു UNC കണ്ടീഷൻ നാണയമാണെങ്കിൽ, ടോപ്പ് ഗ്രേഡ് കണ്ടീഷൻ നാണയമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 3000 രൂപ മുതൽ 4000, 4500 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് വൺ ഫണം. തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് വൺ ഫണം ഈ ഒരു നാണയം. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തിരുവിതാംകൂർ കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു നാണയം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കളക്ഷൻ പർപ്പസ് തന്നെയാണ് തിരുവിതാംകൂറിലെ നാണയം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് 8ഓളം തിരുവിതാംകൂർ ഫണം നാണയം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.